ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാരങ്ങയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നാരങ്ങ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഔഷധ ഗുണങ്ങൾ ധാരാളമുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇത് ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ. നാരങ്ങയുടെ ഗുണങ്ങളും ദോഷഫലങ്ങളും. നാരങ്ങയുടെ ഔഷധ ഗുണങ്ങൾ: രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. നാരങ്ങയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാനും അണുബാധകളെ തടയാനും സഹായിക്കുന്നു. ദഹനം സുഗമമാക്കുന്നു. രാവിലെ ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് ചേർത്ത് കുടിക്കുന്നത് ദഹനപ്രക്രിയ വേഗത്തിലാക്കാനും മലബന്ധം കുറക്കാനും സഹായിക്കും. ശരീരഭാരം കുറക്കാൻ. ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് നീക്കം ചെയ്യാനും മെറ്റാബോളിസം വർദ്ധിപ്പിക്കാനും നാരങ്ങാനീര് സഹായിക്കുന്നു. ചർമ്മ സൗന്ദര്യത്തിന്. രക്തം ശുദ്ധീകരിക്കാനും ചർമ്മത്തിന് തിളക്കം നൽകാനും നാരങ്ങയ്ക്ക് കഴിവുണ്ട്. മുഖക്കുരു കുറക്കാനും ഇത് ഫലപ്രദമാണ്. ഹൃദയാരോഗ്യത്തിന്. നാരങ്ങയിലുള്ള പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത് ഹൃദയാഘാത സാധ്യത കുറക്കുന്നു. വൃക്കയിലെ കല്ല് തടയുന്നു. നാരങ്ങയിലുള്ള സിട്രിക് ആസിഡ് വൃക്കയിൽ കല്ല് രൂപപ്പെടുന്നത് തടയാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ദോഷഫലങ്ങൾ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അമിതമായ ഉപയോഗം ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. പല്ലിൻ്റെ ഇനാമിൽ നഷ്ടപ്പെടുത്തുന്നു. നാരങ്ങയിലെ അമിതമായ ആസിഡ് പല്ലിൻ്റെ പുറം കവചമായ ഇനാമലിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ നാരങ്ങ നീര് കുടിച്ച ശേഷം വായ നന്നായി കഴുകുക. അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്. അസിഡിറ്റി പ്രശ്നമുള്ളവർക്ക് നാരങ്ങാ നീര് അമിതമായാൽ നെഞ്ചെരിച്ചിലും വയറുവേദനയും ഉണ്ടാകാം. നിർജ്ജലീകരണം. വിറ്റാമിൻ സി മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ അമിതമായി ഉപയോഗിച്ചാൽ അപൂർവമായി നിർജ്ജലീകരണം ഉണ്ടാകാം. തൊണ്ടയിലെ അസ്വസ്ഥത. ചിലർക്ക് നാരങ്ങയുടെ അമിതമായ ഉപയോഗം തൊണ്ടയിൽ ചൊറിച്ചിലോ അസ്വസ്ഥതയോ ഉണ്ടാകാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാൻ: നാരങ്ങാ നീര് നേരിട്ട് ചർമ്മത്തിൽ പുരട്ടി വെയിലത്ത് പോകുന്നത് ഒഴിവാക്കുക. ഇത് ചർമ്മത്തിൽ പൊള്ളലോ പാടുകളോ ഉണ്ടാക്കാൻ കാരണമായേക്കാം. നാരങ്ങ നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള നാരങ്ങ ഉപയോഗിച്ചുള്ള പ്രധാന ചില ഹെൽത്ത് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ. ദിവസവും രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നാരങ്ങാ നീരും അല്പം തേനും ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് ജലദോഷം, പനി എന്നിവ തടയാൻ നല്ലതാണ്. രണ്ടാമത്തെ ടിപ്പ്: ദഹനം മെച്ചപ്പെടുത്താൻ. ഭക്ഷണത്തിന് ശേഷം നാരങ്ങാനീര് ചേർത്ത വെള്ളം കുടിക്കുന്നത് ദഹനം സുഗമമാക്കാൻ സഹായിക്കും. ഗ്യാസ് ട്രബിൾ, വയറുവീക്കം എന്നിവ കുറക്കാൻ ഇത് ഫലപ്രദമാണ്. 3. ശരീരഭാരം കുറക്കാൻ. അമിതഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നാരങ്ങാ വെള്ളം ഒരു മികച്ച പാനീയമാണ്. ഇത് ശരീരത്തിലെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും അനാവശ്യ കൊഴുപ്പ് നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. 4. തിളങ്ങുന്ന ചർമ്മത്തിന്. നാരങ്ങയിലെ വൈറ്റമിൻ സി ചർമ്മത്തിലെ ചുളിവുകൾ കുറക്കാനും മുഖത്തിന് തിളക്കം നൽകാനും സഹായിക്കുന്നു. രക്തം ശുദ്ധീകരിക്കാൻ നാരങ്ങാവെള്ളം കുടിക്കുന്നത് ചർമ്മത്തിന് ഗുണം ചെയ്യും. 5. കിഡ്നി സ്റ്റോൺ തടയാൻ. നാരങ്ങയിലുള്ള സിട്രേറ്റ് കിഡ്നിയിൽ കല്ലുകൾ ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ധാരാളം നാരങ്ങാവെള്ളം കുടിക്കുന്നത് മൂത്രത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. മറ്റൊരു ടിപ്പാണ് മുഖത്തെ കറുത്ത പാടുകൾ മാറ്റാൻ. നാരങ്ങാ നീരും തേനും തുല്യമായ അളവിൽ എടുത്ത് മിക്സ് ചെയ്യുക. ഇത് മുഖത്ത് പുരട്ടി 10 അല്ലെങ്കിൽ 15 മിനിറ്റിനു ശേഷം കഴുകിക്കളയാം. തേൻ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ നാരങ്ങാ നീര് പാടുകൾ കുറക്കാൻ സഹായിക്കുന്നു. എണ്ണമയമുള്ള ചർമ്മത്തിന്. ഓയിലി സ്കിൻ. 1 ടേബിൾ സ്പൂൺ കടലമാവും അല്പം നാരങ്ങാ നീരും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് മുഖത്തിട്ട് ഉണങ്ങുമ്പോൾ കഴുകിക്കളയുക. ചർമ്മത്തിലെ അമിതമായ എണ്ണമയം നീക്കം ചെയ്യാൻ ഇതൊരു മികച്ച ടിപ്പാണ്. തിളക്കമുള്ള ചർമ്മത്തിന് നാരങ്ങാ നീരും തൈരും മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നത് ചർമ്മത്തിന് നല്ല നിറവും തിളക്കവും നൽകാൻ സഹായിക്കും. തൈര് ചർമ്മത്തെ മൃദുവാക്കാൻ സഹായിക്കുന്നു. നാരങ്ങാ നീര് ഒരിക്കലും നേരിട്ട് മുഖത്ത് പുരട്ടരുത്. അല്പം വെള്ളമോ തേനോ റോസ് വാട്ടറോ ചേർത്ത് മാത്രം ഉപയോഗിക്കുക. നാരങ്ങാ നീര് മുഖത്ത് പുരട്ടിയ ശേഷം വെയിലത്ത് പോകരുത്, ഒഴിവാക്കുക. ഇത് ചർമ്മത്തിൽ പൊള്ളലോ അലർജിയോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പാച്ച് ടെസ്റ്റ്. ആദ്യം കയ്യിലോ കഴുത്തിലോ അല്പം പുരട്ടി നോക്കി അലർജി ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. വരണ്ട ചർമ്മമുള്ളവർ
ഡ്രൈ സ്കിൻ ഉള്ളവർ നാരങ്ങാ നീര് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എണ്ണമയമുള്ള ചർമ്മത്തിന്, ഓയിലി സ്കിന്നുകാർക്കുള്ള ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മുഖത്തെ അമിതമായ എണ്ണമയം മാറാനും മുഖക്കുരു തടയാനും ഈ പാക്ക് നിങ്ങളെ വളരെയധികം സഹായിക്കും. ആവശ്യമുള്ളവ: 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മുട്ടി അല്ലെങ്കിൽ കടലമാവ്, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, അല്പം റോസ് വാട്ടർ. ചെയ്യേണ്ട രീതി: ഇവ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക. 15 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക. കറുത്ത പാടുകളും കുത്തുകളും മാറാൻ, പിഗ്മെന്റേഷൻ, സൂര്യപ്രകാശം ഏറ്റുണ്ടാകുന്ന കരിവാളിപ്പും പാടുകളും മാറാൻ ഇത് നല്ലതാണ്. ആവശ്യമുള്ളവ: 1 ടേബിൾ സ്പൂൺ തക്കാളി നീര്, 1/2 ടീസ്പൂൺ നാരങ്ങാ നീര്. ചെയ്യേണ്ട രീതി: രണ്ടും കൂടി യോജിപ്പിച്ച് ഒരു പഞ്ഞി ഉപയോഗിച്ച് മുഖത്ത് പുരട്ടുക. 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. നല്ല റിസൾട്ട് നൽകും ഇത്, കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ പോവാൻ വേണ്ടി. വരണ്ട ചർമ്മത്തിന്, ഡ്രൈ സ്കിന്ന്. വരണ്ട ചർമ്മമുള്ളവർ നാരങ്ങാ നീര് ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും ഈർപ്പം നൽകുന്ന സാധനങ്ങൾ കൂടെ ചേർക്കണം. ആവശ്യമുള്ളവ: 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, കുറച്ച് നാരങ്ങാ നീര്. ചെയ്യേണ്ട രീതി: ഇത് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകുക. ചർമ്മം വരളാതെ തന്നെ തിളക്കം കിട്ടാൻ ഇത് സഹായിക്കും. മൃദുവായ ചർമ്മമുള്ളവർക്ക്, സോഫ്റ്റ് സ്കിൻ. ആവശ്യമുള്ള സാധനങ്ങൾ: 1 ടേബിൾ സ്പൂൺ പാൽപ്പാട, കുറച്ച് നാരങ്ങാ നീര്. ചെയ്യേണ്ട രീതി: ഇത് മിക്സ് ചെയ്ത് മുഖത്ത് മസാജ് ചെയ്യുക. ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും ചർമ്മം മൃദുവാകാനും ഇത് സഹായിക്കും. നാരങ്ങാ നീര് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ഓർമ്മിക്കാൻ: രാത്രിയിൽ ഉപയോഗിക്കുക. നാരങ്ങാ നീര് കൊണ്ടുള്ള പാക്കുകൾ രാത്രിയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പകൽ സമയമാണെങ്കിൽ ഉപയോഗത്തിന് ശേഷം വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. അളവ് കുറക്കുക: നാരങ്ങാ നീര് എപ്പോഴും വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. മുഖക്കുരുവും വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പും, സൺ ടാൻ, ഒരേ സമയം മാറാൻ നാരങ്ങ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വേണം ചെയ്യാൻ. മുഖക്കുരു ഉള്ളപ്പോൾ നാരങ്ങാ നീര് നേരിട്ട് പുരട്ടിയാൽ നീറ്റൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേക കൂട്ടുകൾ പരീക്ഷിച്ചു നോക്കൂ. മുഖക്കുരുവും പാടുകളും മാറാൻ ലെമൺ, അലുവേര, കറ്റാർ വാഴയുടെ കൂടെ നാരങ്ങാ നീര് ചേർക്കുന്നത് മുഖക്കുരു കുറക്കാനും ചർമ്മത്തിന് തണുപ്പ് നൽകാനും സഹായിക്കും. ആവശ്യമുള്ളവ: 2 ടേബിൾ സ്പൂൺ കറ്റാർ വാഴ ജെൽ, അലുവേര ജെൽ, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്. ചെയ്യേണ്ട രീതി: ഇവ നന്നായി യോജിപ്പിച്ച് മുഖത്ത് പുരട്ടുക. 15 മിനിറ്റിനു ശേഷം കഴുകിക്കളയാം. കറ്റാർ വാഴ ബാക്ടീരിയകളെ നശിപ്പിക്കുമ്പോൾ നാരങ്ങാ പാടുകൾ കുറക്കുന്നു. മറ്റൊരു ടിപ്പാണ് കരിവാളിപ്പ് മാറാൻ വേണ്ടി വെയിൽ കൊണ്ട് ഇരുണ്ട നിറം മാറാൻ ഉരുളക്കിഴങ്ങ് നീരും നാരങ്ങാ നീരും ചേർത്ത കൂട്ട്. വളരെ ഫലപ്രദമാണ് ഇത്. ആവശ്യമുള്ള സാധനങ്ങൾ: 1 ടേബിൾ സ്പൂൺ ഉരുളക്കിഴങ്ങ് നീര്, 1/2 ടീസ്പൂൺ നാരങ്ങാ നീര്. ചെയ്യേണ്ട രീതി: ഒരു പഞ്ഞി ഉപയോഗിച്ച് ഈ മിശ്രിതം മുഖത്ത് കരിവാളിപ്പുള്ള ഭാഗങ്ങളിൽ പുരട്ടുക. 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകാം. ആഴ്ചയിൽ 3 തവണ ഇത് ചെയ്യാം. മഞ്ഞളും നാരങ്ങയും മുഖക്കുരുവിനും കരിവാളിപ്പിനും ഒരുപോലെ ഫലപ്രദമായ മാർഗമാണിത്. ആവശ്യമുള്ളവ: 1 നുള്ള് കസ്തൂരി മഞ്ഞൾ, കുറച്ച് നാരങ്ങാ നീര്, അല്പം തൈര്. ചെയ്യേണ്ട രീതി: ഇവ പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്ത് പുരട്ടുക. മഞ്ഞളിലെ ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ മുഖക്കുരു കുറക്കാൻ സഹായിക്കും. തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് നാരങ്ങാ നീരിന്റെ ഉപയോഗം. ഇത് ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റാബോളിസം വേഗത്തിലാക്കാനും വിഷാംശങ്ങൾ പുറന്തള്ളാനും സഹായിക്കുന്നു. നാരങ്ങാ നീര് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം? നാരങ്ങാ നീരും ചെറു ചൂടുവെള്ളവും ഏറ്റവും ഫലപ്രദം. രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുന്നത് ദഹന പ്രക്രിയ ഊർജിതമാക്കാൻ സഹായിക്കും. തയ്യാറാക്കുന്ന വിധം: 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ പകുതി നാരങ്ങയുടെ നീര് ചേർക്കുക. ഗുണം: ഇത് ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് എരിച്ചു കളയാൻ സഹായിക്കും. 2. നാരങ്ങാ നീരും തേനും. നാരങ്ങാ നീരിന്റെ കൂടെ തേൻ ചേർക്കുന്നത് ഊർജം നൽകുന്നതിനോടൊപ്പം വിശപ്പ് കുറക്കാനും സഹായിക്കും. തയ്യാറാക്കുന്ന വിധം: ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങാ നീരും 1 ടേബിൾ സ്പൂൺ ശുദ്ധമായ തേനും ചേർത്ത് ഇളക്കി കുടിക്കുക. ശ്രദ്ധിക്കുക: തിളപ്പിച്ച വെള്ളത്തിൽ തേൻ ചേർക്കരുത്.
വെള്ളം നേരിയ ചൂടിലായിരിക്കണം. മറ്റൊരു ടിപ്പാണ് നാരങ്ങാനീരും ഇഞ്ചിയും. ഇഞ്ചി ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കുകയും കലോറി എരിച്ചു കളയാൻ സഹായിക്കുകയും ചെയ്യുന്നു. തയ്യാറാക്കുന്ന വിധം: വെള്ളത്തിൽ അല്പം ഇഞ്ചി ചതച്ചിട്ട് തിളപ്പിക്കുക. ഇത് ആറിയ ശേഷം നാരങ്ങാനീര് ചേർത്ത് കുടിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പഞ്ചസാര ഒഴിവാക്കുക. നാരങ്ങാനീര് കുടിക്കുമ്പോൾ പഞ്ചസാര ചേർക്കുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. പല്ലുകളുടെ സംരക്ഷണം: നാരങ്ങയിലെ സിട്രിക് ആസിഡ് പല്ലിന്റെ ഇനാമിലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത് കുടിച്ച ശേഷം വായ നന്നായി കഴുകുകയോ സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുകയോ ചെയ്യാം. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ: നിങ്ങൾക്ക് അസിഡിറ്റി അല്ലെങ്കിൽ അൾസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വെറും വയറ്റിൽ നാരങ്ങാനീര് കുടിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകം ഓർക്കുക, നാരങ്ങാനീര് കുടിക്കുന്നത് കൊണ്ട് മാത്രം തടി കുറയില്ല. അതോടൊപ്പം കൃത്യമായ വ്യായാമവും മിതമായ ഭക്ഷണരീതിയും പിന്തുടരേണ്ടതാണ്, അത്യാവശ്യമാണ്. ഇതൊക്കെയാണ് നാരങ്ങയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യണേ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.